ഹരേ കൃഷ്ണ. ഭഗവത്ഗീത അദ്ധ്യായം 3 ശ്ലോകം 25. അറിവില്ലാത്തവർ ഫലകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതുപോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. പക്ഷേ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല. ഭാവാർത്ഥം: കൃഷ്ണാവബോധമുള്ളവനും അതില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ആഗ്രഹങ്ങളുടെ കാര്യത്തിലാണ്. കൃഷ്ണാവബോധമുള്ള ആൾ അതിൻ്റെ വളർച്ചയ്ക്കുതകാത്തതായ ഒരു കർമ്മവും ചെയ്യുകയില്ല. ഭൗതിക കർമ്മങ്ങളിൽ താൽപ്പര്യമേറിയ ഒരു അജ്ഞനെപ്പോലെ അയാൾ ചിലപ്പോൾ പ്രവർത്തിച്ചു എന്ന് വരാം. എന്നാൽ അജ്ഞൻ അങ്ങനെ ചെയ്യുന്നത് സ്വന്തം ഇന്ദ്രിയപൂർത്തിക്ക് വേണ്ടിയിട്ടും ഭക്തൻ ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ടുമായിരിക്കും. അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ടതെങ്ങനെയെന്നും അതിൻ്റെ ഫലങ്ങൾ കൃഷ്ണാവബോധത്തിന് ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നും ഭക്തന്മാർ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കേണ്ടത് ഉണ്ട്. ശ്ലോകം 26. വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വാൻമാർ കർമ്മം ചെയ്യുന്നതിൽ നിന്നും വിലക്കരുത്. ഭക്തിഭാവനയോടെ കൃഷ്ണാവബോധത്തിൻ്റെ ക്രമേണയുള്ള പുരോഗമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കണം. ഭാവാർത്ഥം: ഇതാണ് എല്ലാ വൈദിക ക്രിയകളുടെയും ലക്ഷ്യം. വേദോക്തങ്ങളായ എല്ലാ ചടങ്ങുകളും യജ്ഞാനുഷ്ഠാനങ്ങളും ഭൗതിക കർമ്മങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും കൃഷ്ണാവബോധത്തിനു വേണ്ടി ഉള്ളവയാണ്. കൃഷ്ണനാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ബദ്ധരായ ജീവാത്മാക്കൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ കവിഞ്ഞതായൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവയ്ക്കുവേണ്ടി വേദപഠനം നടത്തുന്നു എന്ന് മാത്രം. വൈദിക ചടങ്ങുകളാൽ നിയന്ത്രിതമായ കാമ്യകർമ്മങ്ങളും ഇന്ദ്രിയ സന്ദർപ്പണവും ഒരാളെ ക്രമേണ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തുന്നു. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ ആത്മസാക്ഷാത്കാരം പ്രാപിച്ചവർ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലോ ചിന്താഗതികളിലോ ഇടപെട്ട് അവരെ അലട്ടേണ്ടതില്ല. സർവകർമ്മങ്ങളുടെയും ഫലത്തെ കൃഷ്ണന് സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് സ്വന്തം പ്രവൃത്തികളിൽ നിന്നും കാട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മൂഢന് എങ്ങനെ പെരുമാറണം, എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് ബോധ്യപ്പെടാവുന്ന വിധത്തിൽ വേണം അഭിജ്ഞാനിയായ കൃഷ്ണഭക്തൻ പ്രവർത്തിക്കേണ്ടത്. മൂഢൻ്റെ പ്രവൃത്തിയെ തടയേണ്ടതില്ല. കുറച്ചെങ്കിലും കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് മറ്റു വൈദിക നിബന്ധനകളെ കാത്തിരിക്കാതെ നേരിട്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാവുന്നതാണ്. ഭാഗ്യവാനായ അയാൾക്ക് ഇത്തരം ചടങ്ങുകളുടെ ആവശ്യമില്ല. കൃഷ്ണാവബോധം സ്വീകരിക്കുന്നത് മൂലം വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കിട്ടാവുന്ന ഫലങ്ങളെല്ലാം നേരിട്ട് സിദ്ധിക്കുന്നതാണ്. ശ്ലോകം 27. മിഥ്യാഹങ്കാരത്തിൻ്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണവ നിർവഹിക്കുന്നത്. ഭാവാർത്ഥം: കൃഷ്ണാവബോധമുള്ള ഒരാളും ഭൗതിക ചിന്താഗതിയുള്ള മറ്റൊരാളും ഒരേ നിലയിൽ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നതായി തോന്നാം. എന്നാൽ അവരുടെ നിലപാടുകൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഭൗതിക വിഷയങ്ങളിൽ തൽപരനായ മനുഷ്യന് താനാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് എന്ന മിഥ്യ അഹംഭാവമുണ്ട്. ശരീരയന്ത്രം പ്രകൃതി നിർമ്മിതമാണെന്നും ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നും അവൻ അറിഞ്ഞുകൂടാ. ചുരുക്കത്തിൽ താൻ കൃഷ്ണൻ്റെ നിയന്ത്രണത്തിനധീനനാണ് എന്ന് ആ ഭൗതികവാദിക്ക് അറിഞ്ഞുകൂടാ. മിഥ്യാഹങ്കാരത്താൽ എല്ലാ പ്രവൃത്തികളുടെയും കർത്തൃത്വം തനിക്കാണെന്ന് അയാൾ അവകാശപ്പെടുന്നു. അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണിത്. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഭഗവദാജ്ഞ അനുസരിച്ച് ഭൗതിക പ്രകൃതി നിർമ്മിച്ചവയാണെന്നും അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ ഏതു പ്രവൃത്തികളും കൃഷ്ണാവബോധത്തോടെ ശ്രീകൃഷ്ണ സേവനമെന്ന നിലയിൽ ചെയ്യപ്പെടേണ്ടതാണെന്നും അവൻ അറിയുന്നില്ല. ഏറെക്കാലമായി ഇന്ദ്രിയങ്ങളെ സുഖഭോഗങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തിപ്പോന്നതിനാൽ മനുഷ്യൻ അഹങ്കാരത്താൽ വ്യാമോഹിതനായി കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധം മറന്നുപോയിരിക്കുന്നു. ഋഷികേശൻ അഥവാ ഇന്ദ്രിയങ്ങൾക്കധിപതിയാണ് ഭഗവാൻ എന്നും അവൻ ഓർക്കുന്നില്ല. ഹരേ കൃഷ്ണ.